ഇതായിരുന്നു ലോക്കർ. പൈസകൾ കംപ്ലീറ്റ് അടിച്ചു മാറ്റി പോയിണ്ടാവും. ഒരു യുദ്ധവിമാനത്തിന്റെ ഒരു പിൻവശമാട്ടോ ഈ കാണുന്നത്. ഈ ഒരു രംഗമൊക്കെ കാണുമ്പോൾ നമുക്ക് യുദ്ധത്തിന്റെ ശരിക്കുള്ള ഒരു ഭീകരത മനസ്സിലാവുന്നുണ്ട്. ഒരു പീരങ്കിയുടെ ഉൾവശമാട്ടോ ഈ കാണുന്നത്. 8 മണിക്കാണ് നമ്മൾ ഫെറി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ തൊട്ടടുത്തൊരു സൂ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ തടാകത്തിലാണുള്ളത്. ഇവിടെ ഒരുപാട് മീനുകളെ കാണുന്നുണ്ട്. വലിയ വലിയ മീനുകളാണ്. അപ്പോൾ ഞങ്ങളൊരു 2-3 മണിക്കൂർ നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിപ്പിൽ അതിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ബസ്സിലാട്ടോ നമ്മൾ പോകുന്നത്. ബസ് ഓൾറെഡി അവിടെ വന്നിരിപ്പുണ്ട്. മൊത്തം 3/4 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. 3 ദിനാറാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ആ കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കൊണ്ട് വന്നില്ലേ, സെയിം ബസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. ഇനി എപ്പോഴാണ് പുറപ്പെടുകയെന്നൊന്നും അറിയില്ല കേട്ടോ. കുഞ്ഞോട്ടിരിക്കുന്നുണ്ട്. കുഞ്ഞെങ്ങനെയുണ്ടായിരുന്നു യാത്ര? സൂപ്പറായിരുന്നു. ഷിപ്പ് നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോസ് എടുത്തു, ക്യാമറയിൽ എല്ലാം ഫോട്ടോ എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചു. എല്ലാ രസമുണ്ട്. ഫുഡ് എന്താ ഫുഡ് കഴിച്ചേ? ഫുഡ് ചപ്പാത്തിയും, മോർണിംഗിൽ ചപ്പാത്തിയും പുട്ടും. പുട്ടല്ലോ, ഉപ്മാവല്ലേ? വണ്ടി ഓൾറെഡി എടുത്തു കേട്ടോ. വണ്ടി അപ്പൊ ഇപ്പൊ ഞങ്ങൾ തിന്നത് ബിരിയാണിയാണ്. എന്റെ പപ്പ ഉണ്ടാക്കിയത്. ആണോ? നല്ല രസമുണ്ടായിരുന്നു. പപ്പ ഗുഡ് കുക്കാ? അപ്പൊ അതാണ് ഇന്നത്തെ വ്ലോഗ്. അടുത്ത സ്ഥലത്ത് ഇവിടെ സൈഡിൽ കണ്ടോ ടോയ് ട്രെയിനൊക്കെ കാണുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല. സെക്യൂരിറ്റി ഇവിടെ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു യുദ്ധ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച പഴയ പീരങ്കികളും അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അന്നത്തെ യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് വന്നത്. കുഞ്ഞെങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളിയാ. ഇതൊക്കെ എന്താണെന്നറിയോ നിനക്ക്? വാർ ഫൈറ്റ് അല്ലേ? അതെ, ഫൈറ്റ് വാർ കണ്ടോ. അതൊക്കെ അന്ന് ഇറാഖി പട്ടാളങ്ങൾ അതുപോലെ അമേരിക്കൻ മിലിറ്ററീസൊക്കെ ഉപയോഗിച്ച പീരങ്കികൾ, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച ബാക്കിയുള്ള യുദ്ധ സാമഗ്രികളൊക്കെ കേട്ടോ. മൊത്തം ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ മൊത്തം ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് എന്താ പറയുക, എന്താ ഒരു പീരങ്കിയുടെ ഉൾവശമാട്ടോ ഈ കാണുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഒരു പീരങ്കിയുടെ ഉൾവശം.
ഒരു യുദ്ധവിമാനത്തിൻ്റെ ബാക്കിൽ ആ ഒരു പിൻവശം കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ഇങ്ങനെ തകർന്ന നിലയിൽ ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനലായിട്ട് ഇവിടെ ഇങ്ങനെ സംഭവിച്ച അങ്ങനെ തന്നെയുള്ള ഇതാണോ അതോ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണോ? ഈ ഒരു രംഗമൊക്കെ കാണുമ്പോൾ നമുക്ക് യുദ്ധത്തിൻ്റെ ശരിക്കുള്ളൊരു ഭീകരത മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇതൊരു പീരങ്കിയുടെ അവശിഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം അതുപോലെ ഫ്രണ്ടേജ് മാത്രം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നശിച്ചിട്ട് അപ്പാടെ തകർന്ന നിലയിലുള്ളൊരു സംഭവമാണ്. നമ്മൾ അടുത്തത് വന്നത് ഒരു ക്യാമൽ ഫാം കാണാനായിട്ടാണ് കേട്ടോ. ഇവിടെ എത്തി. ഇവിടെ നമ്മൾ സാധാരണ മെയിൻലാൻഡിൽ വഫ്രയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള സാധാ ഒട്ടകത്തിൻ്റെ ഫാം. ഇവിടെ ഒത്തിരി ഒട്ടകങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അത് അവർക്ക് താമസിക്കാനുള്ള ഫാം, അവർക്ക് ഇങ്ങനെ കൗണ്ടേഴ്സൊക്കെ കെട്ടിയിട്ട് വളർത്തുന്നതാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്നതായിരിക്കും, പാലിനും ഇറച്ചിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത കാണാനായിട്ട് പോകണം കേട്ടോ, അടുത്ത കാഴ്ചകളിലേക്ക്. കുഞ്ഞെ ഇങ്ങോട്ട് വാ. നീ ഒട്ടകത്തിന് എത്ര അടുത്ത് വന്ന് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എവിടുന്ന്? അങ്ങോട്ട് വിട്ടെ ഉണ്ടോ? അത് തിന്നാനുള്ളതാണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തേക്ക് വരും കണ്ടോ. അങ്ങനെ അത് തിന്നാനെന്തെങ്കിലാണെങ്കിൽ പുല്ലാന്ന് വെച്ചിട്ട് വരുന്നതാണ്. ഒട്ടും നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. എന്നാ ഒരു തീരെ സമയം തരുന്നില്ല അല്ലേ? അവർ പിന്നെ എന്തിനാ വന്നത്? മൈലാണ്ടിന്റെ പോലെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭീകരത നമ്മളെ കാണിക്കുന്ന ഏറ്റവും എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇതിവിടുത്തെ ഒരു ബാങ്കായിരുന്നു. ഏത് ബാങ്കാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. കുവൈറ്റ് നാഷണൽ ബാങ്കാണെന്ന് തോന്നുന്നു. അതായിരുന്നു ഇത്. കംപ്ലീറ്റ് വെടിയുതിർത്ത് തകർത്തിരിക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ? ഇനിയൊന്നും തകർക്കാൻ ബാക്കിയില്ല. അതുപോലെയാണ്. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഒരു യുദ്ധത്തിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ മതി. അവിടെ കണ്ടോ കംപ്ലീറ്റ് ചുമരുകളും വെടിയുണ്ട തുളച്ച് കയറി അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങേ വെടിയുണ്ടകൾ കൊണ്ട് മാത്രം ഇത്രയും നശിപ്പിക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് ഇത്. ഇത് കുവൈറ്റ് നാഷണൽ ബാങ്ക് ആണെന്നല്ലോ പറഞ്ഞേ. ആ ബാങ്കിൻ്റെ ലോക്കർ. ഇതായിരുന്നു ലോക്കർ അല്ലേ? പൈസകൾ കംപ്ലീറ്റ് അടിച്ചു മാറ്റി പോയിണ്ടാവും അല്ലേ?
ലോക്കറിൻ്റെ വാതിലിൻ്റെ തിക്നെസ് ആയിട്ട് ഈ കാണുന്നത്. ഒരു മലയാളിയുടെ പേരാണ് ഇവിടെ അത് പിന്നെ എവിടെ ചെന്നാലുണ്ടോ? നമ്മളെ കൽപ്പത്തി എവിടെയും വെച്ചില്ലെങ്കിൽ സമാധാനമല്ല. നമ്മൾ നേരത്തെ ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ നേരത്തെ അവിടെ ആ ലോഞ്ചിലിരുന്നില്ലായിരുന്നു. അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഒത്തിരി ഗല്ലികളുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഹെറിറ്റേജ് വില്ലേജസും അതുപോലെ ഹട്ടുകൾ, പിന്നെ റിസോർട്ട്, ചെറിയ ചെറിയ റിസോർട്ടുകൾ എല്ലാം ഇതുപോലെ റെൻറ്റിന് കൊടുക്കുന്നതാണ്. ചെറിയ ചെറിയ റെൻറ്റുകൾ, അതായത് ഒരു ദിവസത്തേക്ക് 40 ദിനാർ, 30 ദിനാർ, 50 ദിനാർ അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അടിപൊളി ഗല്ലികളാട്ടോ. നല്ല രസമാണ് ഇതിൽ നടക്കാനായിട്ട്. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ഇവിടെ ഏകദേശം 4:30 മണിയായി. 8 മണിക്കാണ് നമ്മൾ ഫെറി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ തൊട്ടടുത്തൊരു സൂ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ ഫെറീൻ്റെ അടുത്തേക്ക് പോകണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂ. ഇതിൽ കുറച്ച് പുള്ളിമാനുകളുണ്ട് ഇവിടെ, കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് കോഴികൾ, അങ്ങനെയൊക്കെ ചെറിയ സംഭവമാണ്. 2 ഡിയേഴ്സ് അതിലൊക്കെ നടന്നു പോകുന്നുണ്ട്. ആഹാ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് ഡെക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതിനെന്താ പറയുക, സ്വാൻ, ഇംഗ്ലീഷിൽ സ്വാൻ എന്ന് പറയും. ആ ഒരു വെറൈറ്റി ഐറ്റംസ്. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നിന്നിങ്ങനെ ജസ്റ്റ് കാണാം, ഇത്രയേ ഉള്ളൂ. അകത്തേക്ക് പ്രത്യേകിച്ച് എൻട്രി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ചെറിയ സംഭവമാണ്. ഫോട്ടോഗ്രാഫറുടെ തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ്. നല്ല എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐലൻഡ്. അതായത് കുവൈറ്റിലെ മെയിൻലാൻഡിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഫെറിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, ടിക്കറ്റിൻ്റെ പൈസ, അതൊക്കെ ഡബിൾ വെർത്തായിട്ടുള്ള അടിപൊളി ഡെസ്റ്റിനേഷൻ. സത്യമാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക, കുവൈറ്റിലെ മെയിൻലാൻഡിൽ ഇത്രയും വർഷമായിട്ട് ജീവിക്കുന്നല്ലേ. അപ്പോൾ അതിന് ഒരു പ്രത്യേകത, അതായത് ഒരു
സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട്. എന്തോ ആളുകളിങ്ങനെ വശീകരിക്കുന്ന രീതിയിലുള്ളൊരു പ്രത്യേക ഒരു ആംബിയൻസ്. മെയിനായിട്ട് കാമൻ കോയറ്റാണ്, അത്ര റഷ് കാര്യങ്ങളൊന്നുമില്ല. അതിനാണ് അതിൻ്റെ മെയിൻ കാര്യം. ഇവിടെ ഒരു ഹോഴ്സ് റൈഡ് ചെയ്യിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, ഒരു ഏരിയ. ഇവിടെ കുറച്ച് ഹോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിന് ഇഷ്ടമായോ? കുഞ്ഞേ ഇഷ്ടമായോ? ഓക്കെ ഓക്കെ, ക്യാമറ ഓണാണ്. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? അടിപൊളിയല്ലേ അത്? അല്ലേ? പോയിരുന്നാലോ? നല്ല രസമുണ്ടല്ലേ? ഇതുണ്ട് ഇവിടെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു ബസ് സ്റ്റോപ്പ്. നമ്മുടെ നാട്ടിൽ ഒരു പഴയ ബസ് സ്റ്റോപ്പിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അടിപൊളി. കാരണം അത് കംപ്ലീറ്റ് ഇരുമ്പാണ് കേട്ടോ. അടിപൊളി. ബെഞ്ച്, സ്റ്റാൻഡ്. വണ്ടിക്കാർ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് തടാകത്തിലാണ്. അവിടെ ഇങ്ങനെ കണ്ടത് നമുക്ക് തടാകത്തിലാണുള്ളത്. ഇവിടെ ഒരുപാട് മീനുകൾ കാണുന്നുണ്ട്. വലിയ വലിയ മീനുകളാണ്. നല്ല കൂടുതലാണ്. എൻ്റെ ക്യാമറ കയറ്റി വരുന്നില്ലല്ലോ അല്ലേ? രണ്ടാൾ രണ്ട് സൈഡിലേക്ക് വലിയുന്നുണ്ടല്ലോ. ചെടി പറിക്കാനാണോ? നമ്മൾ എന്തായാലും ഇവിടെയുള്ള മാക്സിമം ആക്ടിവിറ്റീസുകളൊക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ഷിപ്പിലേക്ക്, ഫെറിയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇത് അവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്കെന്തായാലും ബസ്സിൽ കയറുക, സാധനങ്ങളൊക്കെ എടുക്കുക. പിന്നെ നേരെ ഇനി സാൽമയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുന്നതിന് മുമ്പുള്ള നമുക്ക് കുറച്ച് സിറ്റി വ്യൂസൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ചിതാ ഷിപ്പ് യാർഡിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ വന്ന സെയിം വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ വണ്ടി കയറുന്നത്. എന്തായാലും നേരെ ഷിപ്പ് യാർഡിലെത്തിയിട്ട് അവിടെ എന്തെങ്കിലും കാഴ്ചകൾ കാണാനുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് നമുക്ക് നേരത്തെ സാൽമയിലും പറഞ്ഞില്ലേ നമ്മൾ എന്താണ് ആ സിറ്റി വ്യൂ, അതും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിനോട് നമ്മൾ ബൈ പറയാൻ കേട്ടോ. ഇതായിരുന്നു നമ്മൾ ഇത്രയും നേരം ഇവിടെ ചിലവഴിച്ച റിസോർട്ട് കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഒരു കുട്ടികൾ കളിക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വരാൻ പറ്റിയില്ല. അവിടെ നമ്മൾ അവിടുന്ന് വന്ന സമയത്ത് അവിടെ ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റില്ല. നമ്മൾ വരുന്ന ബസ്സിൽ ഒരു അറബി കൂതറ പാട്ടിട്ടിരിക്കുക. അത് കാരണം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, ലൈറ്റും ഓഫാക്കിയിട്ട്. നമ്മളിപ്പോൾ ഷിപ്പ് യാർഡിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലും കൂടുതൽ ആളുകൾ വൈകിട്ടായപ്പോഴത്തേക്ക് വന്ന് നമ്മൾ ആ ഇരുന്ന ആ സ്ഥലമൊക്കെ ഇല്ലേ, അവിടെ ആ ഒരു ഗല്ലിയിലൊക്കെ ആളുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ. അതിങ്ങനെ അവസാനിച്ചു. നമ്മളിനി ഷിപ്പിലേക്ക് പോകുന്നു.
ബസ്സിൽ ഞങ്ങളിവിടെ വന്നിറങ്ങി. ഇവിടുന്ന് നേരെ മുന്നോട്ട് കിടന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വന്നിറങ്ങി ആ ഫെറി സർവീസിൻ്റെ അടുത്ത് ഫെറി വരുന്ന സ്ഥലത്തേക്ക് എത്തുമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ എല്ലാം ഒരേ കാഴ്ചകളല്ലേ അല്ലേ? വരുന്നിടത്തെല്ലാം ഒരേ ഇവരല്ലേ എന്ത് ഫോട്ടത്തിന്റെ ആ ടെൻ്റ് എടുക്ക് ഇവിടെ നമുക്ക് ടെന്റ് എടുക്കാട്ടോ. ആ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാം. അയ്യോ ഒരു കൊച്ചവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബീച്ച് ചെയറും അതുപോലെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ രാവിലെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കിവിടെ ടെൻ്റ് അടിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ 7:45 7:20 ആയിട്ടുള്ളൂ സമയം. 8:30 മണി അതിൽ 9 മണിക്കാണ് ഇവിടുന്ന് ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1.5 മണിക്കൂറുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ട് ഒരു അടിപൊളി കോഫി ഷോപ്പ്. ഇവിടെയുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഒരുപാട് ടെൻറ്റ് കാര്യങ്ങൾ. ഇതൊക്കെ ബീച്ച് റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വരാനായിട്ട് സാധിക്കും. നിങ്ങൾ അവസാന നിമിഷത്തെ ഫോട്ടോ സെഷനിലാണ്. ആര്? ഞാനില്ല കേട്ടോ. ഞാനില്ല. ഞങ്ങളെ അവസാന നിമിഷത്തെ എൻജോയ്മെൻറ്റിലാണ്. മാക്സിമം മുതലാക്കുകയാണ്. ഇവിടെ പോകാൻ തോന്നുന്നില്ല. എന്താ ഒരു ആംബിയൻസ് എന്ന് പറയുക ഇവിടെ. അതായത് കുവൈറ്റിൽ നമുക്ക് എന്താ പറയുക ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ നമുക്കിതൊരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും അടിപൊളി. നമ്മുടെ ഫെറി ഉണ്ടോ എന്താ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ ഫെറിയാണ്. അതായത് അവിടെ ആ ഒരു പോയിന്റിൽ അവിടെ വന്ന് നിർത്തും. അതിനുശേഷം നമുക്ക് അവിടെ പോയിട്ട് കയറണം. ബീച്ച് ഉണ്ടോ? ബീച്ചിലൂടെ ഇവിടെ കോഫി ഷോപ്പ്. ഇത് ഒരു കോഫി ഷോപ്പാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഊഞ്ഞാൽ പോലെ ഇട്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് ചുമ്മാ എൻജോയ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടോ ഗോവയിലൊക്കെ കാണുന്ന പോലെ ഇഷ്ടംപോലെ ബീച്ചേഴ്സും ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ ആളുകൾ കുറവായതുകൊണ്ട് നമുക്കിവിടെ വരുന്നതിനും കാര്യങ്ങളും കുഴപ്പമില്ല. പിന്നെ നമ്മളെടുത്ത ഈ ഒരു ഇക്രാസിൻ്റെ പാക്കേജ് ഉണ്ടല്ലോ ഈ ഫെറി, അതിൽ വരുന്നവർക്ക് ഇവിടെ അവരെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യം എല്ലാ സംഭവങ്ങളും അത് അവരായിട്ട് ബന്ധപ്പെട്ട ഇതായതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോകുന്നതിനും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മളവിടെ ദൂരെ കാണുന്ന ക്യാമറയിൽ കാണില്ല. ദൂരെ നമുക്ക് കുവൈറ്റിൻ്റെ മെയിൻ ലാൻഡ് സ്ക്വയർ സിറ്റിയൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ ഇതുവഴിക്ക് നടന്നു നോക്കാം. സമയമുണ്ടല്ലോ. നമ്മളവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ അവിടെ കംപ്ലീറ്റ് മണലാണ്. അപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ടെൻ്റ് അഴിക്കാനും കെട്ടാനൊക്കെ ഒത്തിരി സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ഇവിടുന്ന് അത്രയും ദൂരം വരെ നല്ല അടിപൊളി ബീച്ചസ് കേട്ടോ. ഇതുണ്ട് ഒരു അടിപൊളി കുഞ്ഞ് ലൈറ്റ്. ഇതൊക്കെ എന്ത് രസമാണ് എന്ത് രസമാണെന്ന് പറയുക കാണാനായിട്ട്. ചെറിയ മരത്തിൻ്റെ ചെറിയ ഇത് വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ആംബിയൻസ്, അടിപൊളി സെറ്റപ്പ് കേട്ടോ. വിൻ്റർ സമയത്ത് എന്തായാലും നമുക്ക് ഇവിടെ വരണം, ഷൂട്ട് ചെയ്യണം. അത്രയും നൈസ് പ്ലേസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. അതായത് ഫൈലക്ക ദ്വീപിൽ ഇത്രയും സെറ്റപ്പ് ഇതുപോലെ ഒരു അട്രാക്റ്റീവാക്കിയിട്ടുണ്ടെന്നുള്ള സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി. എല്ലാവരും വരിക കാണാം, അത്രയേ ഉള്ളൂ. ഒരു ചന്ദ്രകല ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, അടിപൊളി. ഇതൊക്കെ നമ്മൾ ഈ നേരത്തെ സ്റ്റേ ചെയ്തിരുന്ന ഈ ഒരു ബീച്ചിലാണ് കേട്ടോ. അവിടെ ദൂരെ കണ്ടോ നമ്മുടെ ആ ലൈറ്റ് കാണുന്നത്, നമ്മുടെ ഫെറി ഇങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ട്. ഇതാ ഒരു പോയിന്റിലേക്ക് ഇവിടുന്ന് ഇതാ ഫെറി വരുന്നുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് കയറണം. ഇവിടുന്ന് 2 മണിക്കൂർ, നമ്മൾ രാവിലെ വന്ന സെയിം ടൈം തന്നെ 2 മണിക്കൂർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ സാൽമിയിലെത്തും. ഓക്കെ കുഞ്ഞു വായോ. ബോട്ടല്ല ഫെറി അല്ലേ കയറാമല്ലേ? ഓക്കെ, നമ്മൾ ഫെറി ഇതാ ഇവിടെ അടുപ്പിക്കുന്നു. വണ്ടിയിൽ ഫെറിയിൽ കയറ്റാനായിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ വന്ന് ലൈൻ നിൽക്കുന്നുണ്ട്. നേരെ വന്ന് ഇതാ അടുപ്പിക്കുന്നു. കണ്ടോ, നമ്മൾ രാവിലെ കണ്ട സെയിം സംഭവം തന്നെ, പക്ഷേ ഇത് രാത്രിയാണെന്ന് മാത്രം.
ടിക്കറ്റ് ആ അവിടെ 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 മൗജൂദ് മൗജൂദ് മിന്നി മിന്നി റാഫിക ടിക്കറ്റ് കുഞ്ഞെ ഇങ്ങോട്ട് മാറി നമുക്ക് സൈഡിലേക്ക് ഒന്ന് കൊടുക്കാം. വണ്ടികളായിരിക്കും ആദ്യം കയറി. കുഞ്ഞെ വണ്ടി കയറട്ടെ. കുഞ്ഞാൻ്റെ വണ്ടി ഇങ്ങോട്ട് സൈഡിലേക്ക് ഒന്ന് കൊടുക്കും. ഇത്രയും വലിയൊരു ഫെറിയാണ് കേട്ടോ. നമ്മൾ രാവിലെ കാണിച്ചതാണ്, പക്ഷെ എന്നാലും ഒന്നും കൂടെ കാണിക്കുന്നെന്ന് മാത്രം. കാറുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ലൈനായിട്ടൊക്കെ ഉണ്ടോ. ഇവിടെ മഞ്ഞ ലൈൻ ഇട്ടിരിക്കുന്നുണ്ടോ, അത് ഓരോ ലൈനിലും വണ്ടികളിങ്ങനെ ഓരോന്നായിട്ട് ലൈനിൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. അവരവിടുന്ന് ഓരോ വണ്ടിയിലുള്ള ആളുകൾ അവരുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ട് വിടുന്നത്. ഞങ്ങളടുത്തും ടിക്കറ്റ് ചെക്ക് ചെയ്തു. ഞങ്ങൾ മൊത്തം 5 പേരും, 5 അഡൾട്ടും ഒരു ബേബി, ഒരു ചൈൽഡ് ടിക്കറ്റുമാണുള്ളത്. കുട്ടികൾക്ക് 5 ദിനാർ കേട്ടോ, 10 ദിനാറില്ല അപ്പ് ആൻഡ് ഡൗൺ. അതായത് 1 വേ 2.5 KD ഉള്ളൂ. രാത്രി കാലങ്ങളിൽ ഫൈലക് അദീമിൻ്റെ കാഴ്ചകൾ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗി കേട്ടോ. എന്ത് രസമാണെന്ന് പറയാം ഇവിടെ കാണാനായിട്ട്. എന്തായാലും വിൻ്ററിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വരും, കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. വണ്ടി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കലും ടെൻറ്റ് ക്യാമ്പിങ്ങും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ, കുറേ ആക്ടിവിറ്റീസ് നമുക്ക്. നമ്മളിപ്പോൾ നേരത്തെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിയ സ്ഥലം കേട്ടോ അതൊക്കെ കാണുന്നത്. ഇപ്പോഴും ആ ഏരിയയൊക്കെ കംപ്ലീറ്റ് ആക്റ്റീവാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെടുകയാണ്. പുറപ്പെട്ടു കേട്ടോ. ഫ്രണ്ടിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. സാൽമിയിൽ ഒന്ന് ലാൻഡ് ചെയ്തു. ഇനി പുറത്തേക്ക് ഇറങ്ങുക, നേരെ വീട്ടിൽ പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ, ഫെറിയിലെ ഫൈലക് അദീമിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അടുത്ത കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ട്, ഇതുപോലുള്ള ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ബൈ.